വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ കത്തിരിക്ക കൊണ്ടുള്ളൊരു സാലഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 2 വലിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ഉണ്ട് 2 കത്തിരിക്കയും കൂടെ. എല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ കേടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. നമുക്കത് മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കത്തിരിക്ക ആയിരിക്കണം നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ഈ 2 കത്തിരിക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുണ്ട് നമുക്ക്. അതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. കത്തിരിക്ക ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ തോല് ഉരിച്ച് കളയണം. അതിൻ്റെ തൊലി ഉരിച്ച് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പം മുഴുവൻ തൊലിയും നിന്ന് ഉരിച്ച് മാറ്റാം. മുഴുവൻ തൊലിയും ഉരിച്ച് മാറ്റി ഇനി അതിൻ്റെ തണ്ടുണ്ടല്ലോ, ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. 2ൻ്റെയും തണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ ഇതിനെ ഏകദേശം നല്ലൊരു പേസ്റ്റ് രൂപത്തിലെടുക്കണം. പേസ്റ്റ് ഒരുപാട് പേസ്റ്റ് അല്ല, എങ്കിലും നമുക്ക് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 സവാളയും 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തിരിക്കയ്ക്ക് 1 സവാള, അതാണ് കണക്ക്. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നമുക്ക് ഈ സവാള കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 2 സവാളയും നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇത്രയും ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സാലഡ് ഉണ്ടാക്കാനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയുടെ കൂട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം സവോളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയുടെ പാൽ, ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിപ്പാലായിരിക്കണം. ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിലൂടെ യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. അതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മല്ലിയിലയും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മല്ലിയിലയും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ കത്തിരിക്ക സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.